ഈ ഫയർ ഫൈറ്റർ വെഹിക്കിളിനിടയിൽ ഒരു ഷൂ കിടക്കുന്നത് കാണുന്നു. അടുത്തേക്ക് വന്ന് കയ്യിലെടുക്കുമ്പോഴാണ് അത് വെറും ഷൂ അല്ല, അതിനകത്തൊരു മുറിഞ്ഞ കാൽപാദമുണ്ടെന്ന് മനസ്സിലാകുന്നത്. അത് കണ്ട് എല്ലാ ഫയർ ഫൈറ്റേഴ്സും ഷോക്കാകുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഇപ്പോൾ നടന്ന അപകടത്തിൽ ഒരാൾക്ക് കൂടി പരിക്ക് പറ്റിയെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ആക്ച്വലി കുറച്ച് സമയത്തിന് മുമ്പ് ഒരു കാർ വൈക്കോൽ കൊണ്ടുപോകുന്ന ട്രക്കിലിടിച്ച് ആക്സിഡന്റ് ആയി. അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിന് എത്തിയ ഫയർ ഫൈറ്റേഴ്സ് കാറിലുണ്ടായ ലേഡിയോട് എങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായതെന്ന് ചോദിക്കുന്നു. അവർ കാറിന് കുറുകെ മാനോ മറ്റോ ചാടിയതാണ്, അതിനെ ഇടിച്ചാണ് കാർ നിയന്ത്രണം വിട്ട് ട്രക്കിലിടിച്ചത് എന്ന് പറയുന്നു. ആ ലേഡിയെ കാറിൽ നിന്ന് പുറത്തെടുത്ത് ഹോസ്പിറ്റലിലേക്ക് അയക്കുന്നു. അതിനുശേഷം അവിടെ നിരീക്ഷിക്കുന്നതിനിടയിലാണ് അവർക്ക് ആ കാൽപാദം കിട്ടിയത്. അപ്പോഴാണ് അവർക്ക് ആ ലേഡിയുടെ കാർ ഒരു മാനിനെ ഇടിച്ചല്ല, ഒരാളെ ഇടിച്ചാണ് നിയന്ത്രണം വിട്ടതെന്ന് മനസ്സിലാകുന്നത്. ആ ഷൂ കണ്ടപ്പോൾ തന്നെ അതൊരു സൈക്ലിസ്റ്റ് ആണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അവർ അയാൾക്കായുള്ള തെരച്ചിൽ തുടങ്ങുന്നു. സീനിയർ ഓഫീസർ ആ കാൽപാദം ഒരു ബാഗിനകത്ത് സൂക്ഷിക്കാൻ പറയുന്നു. ഒരു ഫയർ ഫൈറ്ററിനെ കുറച്ച് അപ്പുറത്ത് നിന്ന് അയാളുടെ സൈക്കിൾ കിട്ടുന്നു. സൈക്കിളിന്റെ അടുത്ത് നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് വീണ് കിടക്കുന്ന രക്തത്തുള്ളികൾ കണ്ട് അവർ അത് ഫോളോ ചെയ്ത് വന്ന് നോക്കുമ്പോൾ വൈക്കോലിനിടയിൽ ആ സൈക്ലിസ്റ്റ് ബോധമില്ലാതെ കിടക്കുന്നു. പക്ഷേ അയാളുടെ മുറിഞ്ഞുപോയ കാലിൽ നിന്ന് രക്തം നിർത്താതെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ട ഫയർ ഫൈറ്റേഴ്സ് രക്തം സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. പെട്ടെന്നുണ്ടായ ശക്തമായ വേദന കാരണം അയാൾ ഞെട്ടി ഉണർന്ന് നിലവിളിക്കുന്നു. ഭാഗ്യത്തിന് കൃത്യസമയത്ത് തന്നെ അവർ അയാളെ കണ്ടെത്തിയത് കൊണ്ട് ജീവൻ ആപത്തില്ലാതെ അയാളെ രക്ഷിക്കാൻ കഴിയുന്നു. അവർ അയാളെ ആംബുലൻസിൽ കയറ്റി അയക്കുന്നു. നോക്കുമ്പോൾ അയാളുടെ കാൽപാദം ഈ ഓഫീസറിന്റെ കയ്യിലിരിക്കുന്നു.